അപ്പോൾ നമ്മുടെ ഈ 2023 ഫ്ലവർ ഷോയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കേട്ടോ. നമ്മുടെ കോട്ടയം നാഗമ്പടം മൈതാനത്താണ് ഫ്ലവർ ഷോ നടക്കുന്നത്. ഇതാണ് ഫ്ലവർ ഷോയിലേക്ക് കയറുന്ന ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. 90 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ കയറി വരുമ്പം തന്നെ എൻട്രൻസ് നടത്തുന്ന ടിക്കറ്റ് കൗണ്ടറുണ്ട്. 3 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഫ്രീ ആണ്. അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ആണ് ഈ K3 കോട്ടയം ഫ്ലവർ ഷോ ഇവിടെ ഒരുക്കുന്നത്. ഡിസംബർ 21 തൊട്ട് 31 വരെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇത് കാണാൻ സാധിക്കും. കോട്ടയം നാഗമ്പടം മൈതാനിയിൽ രാവിലെ 11 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് ഫ്ലവർ ഷോ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 20,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പുഷ്പോദ്യാനം അവർ ഒരുക്കിയിരിക്കുന്നത്. എക്സോട്ടിക് പ്ലാന്റ്സും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് തുടങ്ങിയ ഒരുപാട് ചെടികളുടെയും ഫലവൃക്ഷങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ പറ്റും. കണ്ണും മനസ്സ് നിറയുന്ന അതിഗംഭീരമായ ഒരു പൂന്തോട്ടം, ലക്ഷക്കണക്കിന് വൈവിധ്യമാർന്ന പൂച്ചെടികൾ നമുക്ക് കാണാൻ പറ്റും. ഈ 21 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും പല പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട്. കലാമേളകൾ, ചില ദിവസം ഗാനമേളയാണ്, ചില ദിവസം ചിത്രരചനാ മത്സരമാണ്, ചില ദിവസം കരോൾ ഗാനമാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോരോ പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട്. അത് ഒരു 5:30-6 ആ ഒരു ടൈമിങ്ങിലായിരിക്കും ഇവിടെ പ്രോഗ്രാംസ് നടക്കും. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ മറ്റൊരു പ്രത്യേകത ഈ സ്റ്റാച്യൂസ് കേട്ടോ. മിക്ക ആനിമൽസിൻ്റെയും സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും കേട്ടോ. ആ ഒരു വലിയ ആനയുടെ ആ ഒരു സ്റ്റാച്ചു ഒക്കെ ശരിക്കും ഉള്ള പോലെ നമുക്ക് തോന്നിപ്പോകും. നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന സ്റ്റാച്യൂസാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്സ് എന്നാ ഓക്സ് എന്നാ സീബ്ര ആണോ? ഇതൊന്നും ചെയ്യത്തില്ല, ഇത് വെറും മോഡലല്ലേ, ഇത് സ്റ്റാച്ചു അല്ലേ. ബിഗ് എലിഫന്റ് അല്ലേ അല്ലേ ബിഗ് എലിഫന്റ്. അതെന്തുവാ, കുതിരയാണോടാ ഇത്? ജിറാഫ് അല്ലേ, ജിറാഫ്. ഇതെന്തോ ഈ കാണുന്ന പൊന്നു? ഇതെന്നാ? അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം കേട്ടോ ഈ വെജിറ്റബിൾ കാർവിങ്. നമ്മുടെ പത്തൽമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക്, അത് വെച്ച് പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ ഓരോ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ഇങ്ങനെ ഓരോ മോഡൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടിപൊളിയെ കാണാൻ കേട്ടോ. ഇത് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്ന ഈർക്കിൽ കൊണ്ടാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തോന്നത്തില്ല ഇത് ഈർക്കിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. തൊട്ടടുത്ത് വന്ന് നോക്കിയാൽ പോലും നമുക്ക് അങ്ങനെ തോന്നത്തില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ കയറുന്നതിന് 20 രൂപ ഇവർ ടിക്കറ്റ് ചാർജ് മേടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്ര പെർഫെക്ഷനായിട്ടുള്ള മോഡൽസാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ അകത്തോട്ട് കയറി വരുമ്പോൾ ഒരുപാട് സ്റ്റോളുകൾ നമുക്ക് കാണാം. സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യമുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോയിലെ മെയിൻ താരമാണ് പോയിൻസേഷ്യ പ്ലാന്റ് കേട്ടോ. കാരണം ക്രിസ്മസ് സീസണിലാണ് പോയിൻസേഷ്യ പ്ലാന്റിൽ അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല നിറം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്. അപ്പം ഇപ്രാവശ്യം ഇവനാണ് താരം. ഇവിടെ എവിടെ നോക്കിയാലും പോയിൻസേഷ്യ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എന്നാലും കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് എന്താ പറയുക, പ്ലാന്റ്സ് കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നേരത്തെയൊക്കെ ഇതിലും കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് കുറവുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വെറൈറ്റീസ് ഇല്ല അങ്ങനെ. നമ്മുടെ നോർമൽ കാണുന്ന ആ ഒരു പ്ലാന്റ്സ് ഒക്കെയാണ് ഞാനിവിടെ വന്നിട്ട് കണ്ടത്. പോയിൻസേഷ്യ, അതുപോലെ റബ്ബർ പ്ലാന്റ്, ക്ലൈംബിംഗ് റോസ്, ജമന്തി, ബന്ദി, നമ്മുടെ എന്താ പറയുക ബൊഗെയിൻവില്ല, അങ്ങനെയുള്ള നോർമൽ ചെടികൾ മാത്രമേ ഞാനിവിടെ അങ്ങനെ കണ്ടുള്ളൂ. വെറൈറ്റി ആയിട്ടുള്ള ഒന്നും
അങ്ങനെ കണ്ടില്ല. മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ചെടികൾ കുറവാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് എത്തി. ഇത് കുടുംബശ്രീയുടെ ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ജോക്കുട്ടനും പറഞ്ഞവൻ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തിട്ട് ആ ടോക്കണുമായിട്ടാണ് ഫുഡ് കൗണ്ടറിൽ ചെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ഫുഡ് തരും. അപ്പം എനിക്ക് ഒരു കപ്പ ബിരിയാണിയും ജോക്കുട്ടന് അപ്പവും മുട്ട റോസ്റ്റും മതിയെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു. പിന്നെ 2 പൈനാപ്പിൾ ജ്യൂസും. ഫ്ലവർ ഷോയുടെ ഡേറ്റ് കഴിയുന്നതിന് മുന്നേ എല്ലാവരും പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് മീനു സൈനിങ് ഓഫ്. ബൈ.